വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു. സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. മിശിഹായിലേറ്റ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏലിയാ സ്ലീവ മൂസാ കാലത്തിലെ 2ാമത്തെ ഞായറാഴ്ച നമ്മൾ ആചരിക്കുകയാണ്. ഏലിയാ സ്ലീവ മൂസാ കാലങ്ങളിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മിശിഹായുടെ പ്രോട്ടോടൈപ്പായ മോശയും ഏലിയായും അതുപോലെ തന്നെ മിശിഹയെയും കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിചിന്തന വിഷയമാക്കുന്നു. മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്നവരാണ് പഴയ നിയമത്തിലെ മോശയും ഏലിയായും. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ അവിടുത്തെ പരസ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഏലിയാ സ്ലീവ മൂസാ കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആചരിച്ചത്. താബോർ മലയിൽ വെച്ചുള്ള അവിടുത്തെ രൂപാന്തരീകരണം. ആ രൂപാന്തരീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായി കേട്ടു പഠിച്ചു. യേശു രൂപാന്തരീകരണം കഴിഞ്ഞ് അപ്പസ്തോലന്മാരെ കൂട്ടിക്കൊണ്ട് താഴേക്ക് മല ഇറങ്ങി വരുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. രൂപാന്തരീകരണം സംഭവിച്ചപ്പോൾ ദൈവാനുഭൂതിയാൽ നിറഞ്ഞ പത്രോസ് പറയുന്നുണ്ട്, നമുക്കിവിടെ നിന്നും പോകേണ്ട, കൂടാരം നിർമ്മിക്കാം, നമുക്കിവിടെ ആയിരിക്കാം, ഇതാണ് നല്ലത് എന്നൊക്കെ പത്രോസ് ശ്ലീഹ പറഞ്ഞു. പക്ഷേ ഈശോ അതൊന്നും ഗവനിക്കാതെ നമുക്ക് താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് മലകൾ ഇറങ്ങുന്ന ഈശോ, ആ മലകൾ ഇറങ്ങുമ്പോൾ ഈശോ പറയുന്നത് ആദ്യത്തെ കാര്യം, മനുഷ്യപുത്രൻ പീഡകൾ ഏൽക്കുവാൻ പോകുന്നു, ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. പീഡാസഹനങ്ങൾ അനിവാര്യമാണെന്നുള്ളത് ഈശോ അപ്പസ്തോലന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. താഴ്വരയിലേക്കുള്ള ഇറക്കം അത് സുഖശീതളമായ ഒരു അനുഭവമല്ല. ജീവിതത്തിൻ്റെ താഴ്വരയിൽ കൂടി നമ്മളും വഴിത്താരകളിൽ, ഈ താഴ്വരകളിൽ കൂടി നമുക്കും സഞ്ചരിക്കേണ്ടതായി വരും. സഹനമില്ലാതെ ഉയർപ്പില്ല, സഹനമില്ലാതെ മഹത്വമില്ല. എങ്കിലും നമ്മൾ ഓർക്കണം, ഈ ജീവിതത്തിൻ്റെ താഴ്വരകളിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ ഞാൻ ഏകനല്ല എന്നത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 23:4 വാക്യത്തിൽ നമ്മൾ പറയുന്നത്, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 23:4. നിങ്ങൾ ഓർക്കണം, 2007 സെപ്റ്റംബർ 7 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് രാജ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് ജോർജ് W. ബുഷ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച തിരുവചന ഭാഗം ഇതായിരുന്നു. സങ്കീർത്തനം 23:4 എടുത്തുകൊണ്ട് വായിച്ചുകൊണ്ട് രാജ്യത്തോടായി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും നമ്മൾ ഭയപ്പെടുകയില്ല, അവിടുന്ന് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടുങ്ങിയിരുന്ന അമേരിക്കൻ ജനതയെ അദ്ദേഹം ആശ്വസിപ്പിച്ചത്. നമ്മുടെയും ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളാകുന്ന ആ താഴ്വരകളിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ രോഗങ്ങളും കഷ്ടപ്പാടുകളും പീഡകളും വ്യസനങ്ങളും ഒക്കെ നമുക്ക് അനിവാര്യമാണ്. അതിലൂടെയാണ് നമുക്ക് മഹത്വവും വിജയവും ഉണ്ടാകുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഈ സഹനവും ഞെരുക്കവും ഒന്നും വേണ്ട, എളുപ്പവഴിയിൽ കാര്യം നടക്കണം, വിജയിക്കണം, മഹത്വപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു തലമുറയോ അല്ലെങ്കിൽ ഒരു കൂട്ടരോ ഇന്ന് വളർന്നു വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പരീക്ഷ കോപ്പി അടിച്ചുകൊണ്ട് പരീക്ഷ എഴുതി വിജയിക്കുന്ന വിദ്യാർത്ഥി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താലും പിന്നാമ്പുറ സ്വാധീനങ്ങളിലൂടെ ഇൻ്റർവ്യൂവിൽ വിജയിക്കാത്ത വ്യക്തി
ജോലിയോ മറ്റു കാര്യങ്ങളോ തടപ്പെടുത്തുന്നത് പോലെ എൻട്രൻസ് എക്സാമിന് രാപ്പകൽ ഇരുന്ന് പഠിച്ച് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ ശുപാർശയിലൂടെയും കോഴ കൊടുത്തും നേരത്തെ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് അതിന് ഉത്തരം എഴുതി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമനായും രണ്ടാമനായും മൂന്നാമനായും വരാനും അങ്ങനെ മികച്ച വിദ്യാർത്ഥിയാണ് എന്നുള്ള തരത്തിൽ പ്രവേശനം നേടാനുമുള്ള പരിശ്രമങ്ങൾ ഒക്കെ ഇന്ന് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യുവജനോത്സവങ്ങളിലും കലോത്സവങ്ങളിലുമൊക്കെ ജഡ്ജസിനെ സ്വാധീനിച്ച് അവിടെയും എ ഗ്രേഡും ഒന്നാം സ്ഥാനവും കൈപ്പറ്റാൻ മനുഷ്യന് വ്യഗ്രത കൂടുതലാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം ഭൗതികമായ ജീവിത വളർച്ചയ്ക്ക് മനുഷ്യൻ ഇപ്രകാരമുള്ള ഒരു ത്വര, എളുപ്പ വഴിയിൽ കാര്യം കാണുവാനുള്ള ഒരു പ്രവണത സൃഷ്ടിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്. പത്രോസ് മലമുകളിൽ ആ ദൈവത്തിൻ്റെ അനുഭൂതി ഉണ്ടായപ്പോൾ, അനുഭവം ഉണ്ടായപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഇവിടെയായിരുന്നാൽ പോരെ. അപ്പോഴാണ് ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും മുന്നിൽ കാണുന്ന ഈശോ അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് താഴേക്ക് വരുന്നത്. മനുഷ്യപുത്രൻ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നാം ഓരോരുത്തരും ഇപ്രകാരം വചനത്തെ പ്രതിയും സുവിശേഷ ഉപദേശങ്ങളെ പ്രതിയും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിരാശപ്പെടാതെ അതിനെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം പുറപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ചെറുതാകലിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും ചെറിയ സഹനങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ട് മാത്രമേ മഹത്വം നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓർക്കണം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം തീക്ഷ്ണമായ സഭയെ നയിച്ചിരുന്ന പാപ്പയാണെന്ന് ഓർക്കണം. ലോകമെമ്പാടും സഞ്ചരിച്ച സുവിശേഷത്തിൻ്റെ സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും പഞ്ചഭൂഖണ്ഡങ്ങളിലേക്കും എത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനം നമ്മൾ ഓർക്കണം, എത്രയോ ദിവസങ്ങൾ മരണാസന്നനായി അദ്ദേഹം കിടന്നു. അനേകം പേർ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൻ്റെ താഴെ വന്ന് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ മരണക്കിടക്കയിൽ അദ്ദേഹം സഹിച്ചുകൊണ്ട് അന്ത്യശ്വാസം എടുക്കുന്നതിന് മുമ്പുള്ള ആ ശ്വാസത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളുടെ വേദനകളിലൂടെ പാപ്പ കടന്നുപോയി എന്ന കാര്യം നമ്മൾ ഓർക്കണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും സമാനമായ രീതിയിൽ തൻ്റെ അവസാന കാലഘട്ടത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ആ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് എന്ന കാര്യം ഓർക്കണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശെടുത്ത്, ആ കുരിശ് അനുദിന ജീവിത ക്ലേശങ്ങളാണ് എന്ന സത്യമോർത്ത് അത് വചനത്തിനും കൂദാശകൾക്കും അനുയോജ്യമായ രീതിയിൽ ഈശോയെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് മഹത്വം തേടുവാൻ ഏലിയ, സ്ലീവ, മൂശ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പശ്ചാത്താപമില്ലാത്ത, മനസ്പരിവർത്തനമില്ലാത്ത, സുവിശേഷം പ്രായോഗികമാക്കാത്ത ജീവിതങ്ങൾക്ക് മഹത്വമില്ല എന്ന കാര്യവും ഈശോ ഇവിടെ അസന്നിഗ്ധമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ തിരുവചന പാതയിൽ താഴ്വരകളുടെ ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് അവിടുന്ന് നൽകുന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം ഒരുപക്ഷെ അനുവദിച്ചു തന്നാൽ അത് സ്വീകരിക്കുവാനുള്ള ചങ്കൂറ്റത്തോടെ ഈശോയെ അതിലൂടെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.